ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ നമുക്ക് ഒരു മിമിക്രി പെർഫോമൻസും കൂടെ കണ്ടാലോ? നമുക്ക് വെൽക്കം ചെയ്യാം ബേസിൽ കലാഭവൻ. ഹലോ ബേസിൽ, വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു? എവിടെയാണ് ബേസിലിന്റെ സ്ഥലം? എന്റെ വീട് എറണാകുളത്ത് പുത്തൻകുരിശ് എന്നുള്ള സ്ഥലത്തിനടുത്ത് കാണിനാട് എന്നുള്ള സ്ഥലം. പുത്തൻകുരിശുകാരനാണ്. അതെ അതെ അതെ. ബേസിലേ നമസ്കാരം. നമസ്കാരം. കോമഡി ഉത്സവത്തിലൊക്കെ വന്നിട്ടുണ്ടോ? ഷോ എന്നാ സൗണ്ടാ ബേസിലിന്റെ? ബേസിൽ ഭയങ്കര വൈറലല്ലേ? അതെ അതെ അതെ, ഒരുപാട് ശബ്ദങ്ങൾ വൈറലാണ്. ഓ, അപ്പൊ എനിക്ക് ഇങ്ങനെ ബേസിലിന്റെ പെർഫോമൻസ് കാണാനായിട്ട് അതെ എനിക്കും. അല്ലേ? അപ്പൊ നമുക്ക് നേരെ ഐറ്റത്തിലേക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ, ഫസ്റ്റ് ഐറ്റം ബേസിൽ. ഫസ്റ്റ് നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അദ്ദേഹത്തിന്റെ എന്തിരൻ എന്നുള്ള സിനിമ നമ്മളെല്ലാരും കണ്ട. അപ്പൊ അതിനകത്ത് റോബോട്ടായിട്ട് അദ്ദേഹം അഭിനയിച്ചപ്പോൾ ഉള്ള இல்லே இந்த ரூமுக்கு இன்னொரு ரூபா சாப்பாடு கொண்டு கொடுத்துருக்கு. 10 நிமிஷம் கேமரா வேலை செய்யல. உன்னேரத்துல வரமாட்டோம். கரண்ட் கட்டு, ஜெனரேட்டர்ல தண்ணி. അടുത്തത് നമ്മള് മലയാളികളെല്ലാവരും കണ്ട ഒരു ഡബ്ബിംഗ് പടം ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നാം സ്ഥാനത്ത് ഉണ്ടാവും KGF എന്നുള്ള സിനിമ. അതെല്ലാവരും കണ്ടത് മലയാളം ഡബ്ബിംഗ് ആയിരിക്കും. അത് അരുൺ CM എന്നുള്ള ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ് ഡബ് ചെയ്തത്. അപ്പൊ അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. കറക്റ്റ് കണ്ണ. ജീവിതത്തിൽ കുറച്ച് പേടി വേണം. പേടി ഹൃദയത്തിലുണ്ടാകണം. ആ ഹൃദയം പക്ഷെ നമ്മുടെ കയ്യിലായിരിക്കരുത്, നമ്മുടെ എതിരാളികളുടെ കയ്യിലായിരിക്കണം. മേ ഐ കം ഇൻ? അടുത്തായിട്ട് നമുക്ക് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലെ ലാൽ സാറിന്റെ ശബ്ദം ഒന്ന് കേട്ടു നോക്കാം. അദ്ദേഹത്തിന്റെ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു കഥാപാത്രമായിരുന്നു ഡെവിൻ കാർലോസ് പടുവിടൻ എന്ന ബ്ലാക്ക് എന്നുള്ള സിനിമയിൽ അദ്ദേഹം ചെയ്തത്. ഒരു പട്ടണത്തിൽ ഏതൊരു മനുഷ്യജീവന്റെയും തലവര മാറ്റി എഴുതാൻ കഴിയുന്ന അധികാരത്തിന്റെ ലഹരി റീഹാബിലിറ്റേഷൻ സെന്ററിൽ ചികിത്സയില്ലാത്ത കടുത്ത രോഗമാണത്. ഞാനതിൽ സ്നേഹിക്കുന്നു, അതിൽ ജീവിക്കുന്നു. ആ എന്നോട് നീ പറഞ്ഞ എല്ലാം വെച്ച് കെട്ടി പൂട്ടാൻ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാ? ഡെവിൻ കാർലോസ് പടുവിടൻ എന്ന മാനസാന്തരം എന്ന മനുഷ്യൻ ഇതിനകത്ത് കിടന്ന് കഴിഞ്ഞോളെന്നോ? ഡെവിൾ അതായിരുന്നു കോളേജ് കാലത്തെ എൻ്റെ ഇരട്ട പേര്. ഡെവിൻ കാർലോസിന്റെ ചുരുക്കം. ഞാൻ ആ പേരിനെ സ്നേഹിക്കുന്നു ഷൺമുഖ. അടുത്ത നമ്മള് ദേവാസുര എന്നുള്ള സിനിമ കണ്ടവരാരും അതിനകത്ത് വില്ലനെ മറക്കില്ല. മുണ്ടക്കൽ ശേഖരൻ. മുണ്ടക്കൽ ശേഖരന് ശബ്ദം കൊടുത്തത് ഷമ്മി തിലകൻ ചേട്ടനായിരുന്നു. അപ്പൊ ഷമ്മി ചേട്ടൻ കൊടുത്ത ആ ഒരു വേരിയേഷൻ നമുക്കൊന്ന് കേട്ടു നോക്കാം. നീലാണ്ട, ഒരു കാറ് കത്തി എനിക്കത് പുല്ലാണ്. പകരം നിന്റെ ഈ തറവാട് കത്തിച്ചു കളയാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല, എനിക്കറിയേണ്ടത് നീ പടയൊരുക്കം തുടങ്ങിയോന്നാ. പേടിയല്ല നീലാണ്ട, എനിക്ക് സന്തോഷ. നീ ഇറങ്ങണം. പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ? അപ്പഴല്ലേ എനിക്ക് ഈ കളിയിലൊരു ഹരം കൂടൂ. നിന്നെ ഞാൻ ഇറക്കും. മുണ്ടക്കൽ ഉത്സവത്തിന് ഇനി അധിക നാളില്ല. നമ്മുടെ അനന്തഭദ്രം എന്നുള്ള സിനിമയിലെ മനോജ് കെ ജയൻ എന്ന നടൻ ചെയ്ത ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് ദിഗംബരൻ എന്നുള്ള കഥാപാത്രം. നമുക്ക് ആ ശബ്ദം ഒന്ന് കേട്ടു നോക്കാം. ചെമ്പ അറച്ചു പോയോ? നിന്റെ കാഴ്ച ഞാൻ എടുത്തിട്ടും കളറി ചുവടും അഭ്യാസമുറകളും മറക്കാത്ത കളറിക്കൽ ചെമ്പ. നിനക്കെന്താണ് വേണ്ടത്? ഞാൻ വെറുമൊരു ബ്രഹ്മചാരി. നിന്നെ പോലെ അഭ്യാസങ്ങളും ആ മുറകളും ഒന്നും എനിക്കറിയില്ല. എന്റെ കയ്യിൽ ആയുധങ്ങളും ഇല്ല. എന്നെ വെറുതെ വിട്ടുകൂടെ? കൊറേ പേര് ദിഗംബരനെ അനുകരിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഇത് വേറെ ലെവലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടുത്ത നമ്മുടെ ക്യാപ്റ്റൻ രാജു സാറിന്റെ കാബൂളിവാല എന്നുള്ള സിനിമയിൽ ആ മുന്നേ ആണെന്ന് തിരിച്ചറിയുമ്പോൾ ഉള്ള ആ ഒരു ഇമോഷണൽ സീനാണ് എടുക്കാൻ പോകുന്നത്. പൊന്നുമോനെ, നീ ആയിരുന്നു ഇത്? നിന്നെയാണല്ലോട് ഞാൻ തന്നെ ചോദിച്ചത്. നീ ഞങ്ങളുടെ മുന്നെയാ, എന്റെ പെങ്ങളുടെ പൊന്നുമോൻ മുന്നാ. ഇതാ നീ, ഇത് നിന്റെ ഉമ്മ. ഇവളുടെ മരണമാ ഞങ്ങളുടെ ബാബയുടെ താളം തെറ്റിച്ചത്. 20 കൊല്ലങ്ങൾക്ക് മുമ്പ് ജ്വരം പിടിച്ച് നിന്നെ കാണാൻ ഇറങ്ങിയതാ ഞങ്ങളുടെ ബാബ. അത് കഴിഞ്ഞ് നിന്നെ തേടാത്ത നാളുകളില്ല, നിന്നെപ്പറ്റി അന്വേഷിക്കാത്ത ദിവസങ്ങളില്ല. അതേ മുന്നേ ആണല്ലോ പടച്ചോനെ നീ ഞങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് ലാലേട്ടന്റെ ഒരു ശബ്ദം ഞാൻ ഈയിടെയായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ശ്രമിച്ചോളൂ. ശ്രമം മാത്രമാണ്, ഇത് ഐറ്റം വേറെയാണ്. ശ്രമിച്ചോളൂ. ലാലേട്ടൻ ആയതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട്. അപ്പൊ പഴയ മോഹൻലാലിന്റെ ഒരു ശബ്ദവും ഇപ്പോഴത്തെ മോഹൻലാലിന്റെ ശബ്ദവും വലിയൊരു വ്യത്യാസമുണ്ട്. അപ്പൊ കിരീടം, ചെങ്കോൽ ആ സമയത്തുള്ള ലാലേട്ടന്റെ ശബ്ദമാണ് എടുക്കാൻ പോകുന്നത്. വിന്റേജ് ലാലേട്ടൻ. ഏത് വീട്?
കയറി കിടക്കാൻ ഒരിടം പോലും ഇല്ലാത്തവനാണ് ഞാൻ. ഇപ്പതാ മുഖത്ത് കണ്ടില്ലേ, ആരും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണ്ട. കൊള്ളാം, ഭംഗിയിട്ടല്ലേ? എന്തിന് ഇനി ഇത് മാറ്റാൻ പാടില്ല. സേതുമാധവന്റെ ജീവിതത്തിൽ ഇതൊരു തൂവൽ. അതെ, തൂവൽ. നിനക്കൊന്നും മനസ്സിലാവില്ലല്ലേ? മണ്ടൻ മണ്ടൻ. ഒരു മനുഷ്യന് എത്രത്തോളം താഴാൻ പറ്റും? ഭൂമിയോളം അല്ലേ? പിന്നെയും ചവിട്ടാണ് തലയിൽ. എങ്ങോട്ട് താഴും? പാതാളത്തിലേക്ക് താഴാൻ മഹാബലിയല്ല, വെറും മനുഷ്യൻ സേതുമാധവനാണ്. ഇനി ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ജയിക്കണോടാ, ഒരു പ്രാവശ്യമെങ്കിലും. അടിപൊളി. താങ്ക് യു. രക്ഷയില്ല. മോട്ടിവേഷൻ കേട്ടോ. കിട്ടില്ല. ട്രൈ എന്നൊക്കെ പറഞ്ഞിട്ട് പെർഫെക്ഷൻ പീക്കായിരുന്നു. ചേച്ചിമാരൊരു വലിയ കൈയടി. ബേസിലെ ഒരു കാര്യം പറയാം, ലാലേട്ടന്റെ വോയിസ് ക്യാരക്ടർ പല വേർഷൻ എടുത്തിട്ടും ഈ ക്യാരക്ടർ അങ്ങനെ ആരും അനുകരിക്കാത്ത ഒരു ക്യാരക്ടർ കേട്ടോ. ബേസിലെ അസാധ്യമായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. അടിപൊളി. താങ്ക് യു. അജിത് സാറിനെ ഒന്ന് അനുകരിക്കാമോ എന്നൊരു റിക്വസ്റ്റ് ഞാനൊന്ന്. ഓക്കെ, അജിത് സാറിന്റെ ആയിരുന്നു ഞാൻ ചെയ്തതിൽ ശരി. ഏറ്റവും കൂടുതൽ വൈറലായി. അപ്പൊ നമുക്കത് നേരിട്ട് കാണാം അല്ലേ? ഓക്കെ. என் வாழ்க்கையில் ஒவ்வொரு நாளும் ஒவ்வொரு நிமிஷம் ஒவ்வொரு நொடியும் நானா செதுக்கினதுடா. தமாசு தமாசு. காசுக்காக என்ன வேணாலும் பண்ணுவேன். ஆனா தன்மானத்துக்கு கொடுத்துக்கிறாருன்னா தலையே போனாலும் அடிக்கிறதுல பிளானு. കഴിഞ്ഞോ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. അല്ല, കഴിഞ്ഞോ? കഴിഞ്ഞു.